ഇന്നത്തെ നമ്മുടെ റെസിപ്പി നൂഡിൽസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിയിലല്ല, വളരെ സിമ്പിളാണ്, എന്നാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ചെറിയ 2 പാക്കറ്റ് നൂഡിൽസ് ഇല്ലേ, അതെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ നൂഡിൽ പാക്കറ്റിൽ കിട്ടുന്ന ഒരു പൊടി മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതായത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, എരിവിന് വേണ്ടിയിട്ടല്ല. എരിവിന് നമ്മൾ മുളക് വേറെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ചെറിയ ഒരു പാക്കറ്റ് നൂഡിൽസിന് 1 കപ്പ് വെള്ളം കറക്റ്റ് അളവ് തന്നെയായിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ കറക്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതുപോലൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമയത്തിൽ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. നമ്മൾ എടുക്കാനാകുമ്പോഴേക്കും കുറച്ചുകൂടെ കറക്റ്റ് ആ ഒരു പാകത്തിനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു വേവിച്ചിട്ടുള്ള നൂഡിൽസ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റ് സോയ സോസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തതാണ്. ഡാർക്ക് ആണെങ്കിൽ ഇത്രയ്ക്ക് വേണ്ടി വരില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ആ ഒരു വെള്ളത്തിൽ സോസും പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയി കിട്ടിക്കോട്ടെ. കൂടുതൽ മധുരമൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ട്, കാരണം ഒരു ചില്ലി ഗാർലിക് നൂഡിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കുറച്ച് മുൻപ് തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ വൈറ്റും അതിൻ്റെ ഇത്തിരി ഗ്രീനും കൂടെ മുറിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ഉണ്ടാകും. ഇനി ഇത് തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി സവാള ചേർത്താലും മതി. പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വേറൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്തിട്ട് നല്ലൊരു മണം വരൂലേ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അതായത് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ചില്ലി ഗാർലിക് നൂഡിലാണല്ലോ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഒരു ഇത്തിരി സ്പൈസി കൂടുതലുണ്ടാവും. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റുന്ന സമയത്ത് ആ ഒരു വെളുത്തുള്ളിയുടെയും ഈ ഒരു ഉണക്കമുളകിൻ്റെയും കൂടെ നല്ലൊരു മണം കിട്ടും. ഇതുപോലെ അത്യാവശ്യം വഴന്ന് നല്ല മൂപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു വെള്ളം സോസും കൂടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് നല്ലോണം തിളച്ച് ഒന്ന് വറ്റി കുറുകി കിട്ടണം. അതിലേക്ക് നമ്മൾ നൂഡിൽ മിക്സ് ആക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ വെള്ളം പോലെ ആവും കേട്ടോ. ആ ഒരു തിളച്ച് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കുറുകി വരുമ്പം ആ ഒരു വെളുത്തുള്ളിയുടെയും മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ അത്യാവശ്യത ഈ ഒരു രീതിയിൽ കുറുകി വരുന്ന സമയത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ചൂടിൽ തേൻ ചേർക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം വറ്റി നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യം നൂഡിൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതാ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ വിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നൊരു ഫോർക്ക് വെച്ച് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഒരു 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ആക്കി എടുത്താൽ മതിയാകും ഇതുപോലെ. അപ്പം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിയിട്ട് കറക്റ്റ് ഒരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. എപ്പോഴും നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ മുട്ട ചിക്കനൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോഴൊക്കെ ആ ഒരു ചില്ലി ഗാർലിക് നൂഡിലാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അത്യാവശ്യം എരിവൊക്കെ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് നൂഡിൽസാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നൂഡിൽസ് വീട്ടിൽ വാങ്ങിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത്. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്